Hello friends, welcome back to my channel. ഇന്ന് നമുക്കൊരു ദാലിൻ്റെ റെസിപ്പി, ഒരു ഡിഫറെൻറ്റ് ദാലാണ് മേഥി ദാൽ. ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് കാണാം. നമുക്ക് വേഗം വീട്ടിലേക്ക് കിടന്നാലോ. ഇപ്പം നമ്മുടെ മേഥി ദാൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കടലപ്പരിപ്പാണ് എടുത്തേക്കുന്നത്. അത് 1 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മേഥി ലീവ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉലുവയുടെ ഇല. ഇതൊരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ചിലപ്പോൾ കടയിലൊക്കെ പോകുമ്പോൾ പല ടൈപ്പ് ലീവ്സ് കാണുമ്പോൾ നമ്മൾ ഇതും തൊട്ട് നമ്മൾ കഴിക്കാറില്ല. നമ്മുടെ ചീര മാത്രം വാങ്ങിച്ചു വരും, അല്ലെങ്കിൽ പാലൊക്കെ വാങ്ങിക്കും. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം, നല്ലതാട്ടോ. കടലപ്പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കുക്കറിൽ 1 കപ്പ് വെള്ളം കൂടി ഇട്ടിട്ട് ഒന്ന് വേവിക്കണം. 2 വിസിലിന് വേണ്ടിയിട്ട് വേവിക്കാം. അതിന് ശേഷം നമുക്ക് മേഥി ലീവ്സ് അതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. നമുക്കിനി പാന് ഗ്യാസിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ഒരു ബ്രൗൺ കളർ ആവട്ടെ. ഉലുവപ്പൊടിയാണ്, ഹിംഗ് എന്ന് പറയും. ഉലുവപ്പൊടി ഇട്ട് കൊടുക്കണം. ഇതാണ് ഇതിനൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കാം കേട്ടോ. 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ മറക്കരുത്. പിന്നെ നമുക്ക് ഇതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം നമ്മുടെ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എപ്പോഴും എല്ലാ ചീരൻ്റെ ഇതിൽ കട്ട് ചെയ്യുമ്പോൾ തണ്ട് കുറച്ചെടുക്കാറുണ്ട് കേട്ടോ. കനം കുറഞ്ഞ തണ്ടുകൾ ഉണ്ടാവില്ലേ, അത് നമ്മൾ എപ്പോഴും ഇടാറുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ പരിപ്പ് വേവിക്കാൻ വെച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല. ഇത് നെയ്യിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ എപ്പോഴും നെയ്യിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നില്ലല്ലോ, ഇടയ്ക്കൊരു വെറൈറ്റിക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല എളുപ്പത്തിൽ റെഡി ആവുന്ന ഒരു കറിയാണ്. ഡിഫറെൻറ്റ് ഫ്ലേവറും ആവും. ഇതായതിനു ശേഷം നമ്മളിപ്പോൾ നമ്മുടെ കടലപ്പരിപ്പ് വേവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇത് വെന്ത് ഉടഞ്ഞിട്ടില്ല. ഈ രീതിയിൽ വേണം കേട്ടോ. കടലപ്പരിപ്പ് വേവിച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ എല്ലാം പെട്ടെന്ന് വാടി കിട്ടിയോളൂ. എന്തായാലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കിടന്ന് ഈ മസാല ഒക്കെ ഇതിൽ പരിപ്പിലൊക്കെ ഒന്ന് നന്നായി പിടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഒന്നും 5 മിനിറ്റ് നമുക്ക് ഇതിൽ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്നും അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദാലൊക്കെ നന്നായി മിക്സ് ആയിട്ട് ഒഴിച്ച വെള്ളമൊക്കെ ഏകദേശം വെറ്റിയിട്ടുണ്ട്. ഇത്രയും ഒരു ഗ്രേവി ഫോം ഇരുന്നോട്ടെ. പിന്നെ ഈ പരിപ്പ് ഇങ്ങനെ തന്നെ ഒന്നും ഇരിക്കണം, അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റും ഒരു വ്യത്യാസമായിട്ടുള്ള ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.